ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിക്ക് വലിയ പ്രേക്ഷക പ്രശംസയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ലക്ഷ്മി നക്ഷത്രാവതാരകയായി എത്തുന്ന ഈ ഒരു ഷോയിൽ സിനിമ ടെലിവിഷൻ താരങ്ങളാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. സെലിബ്രിറ്റികളുടെ തമാശകളും സ്കിറ്റുകളും ഗെയിമും ഒക്കെയായി നടത്തിയിരുന്ന ഈ ഒരു ഷോ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് സ്റ്റാർ മാജിക്കിനെ പറ്റിയുള്ള ചില വാർത്തകൾ പുറത്തുവരുന്നത്. ഇതിനു പിന്നാലെ തന്നെ കേട്ടതൊക്കെ സത്യമാണെന്നും 7 വർഷങ്ങൾക്ക് ശേഷം ഷോ അവസാനിപ്പിക്കുകയാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഒരു പരിപാടിയുടെ അവതാരക ലക്ഷ്മി നക്ഷത്ര. സ്റ്റാർ മാജിക്കിലെ താരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് ലക്ഷ്മി നക്ഷത്ര പ്രചരിക്കുന്ന വാർത്തകളിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഒടുവിൽ അവസാനത്തിലേക്ക് എത്തി. പ്രണയവും തമാശകളും നിറഞ്ഞ 7 വർഷത്തെ ഒത്തൊരുമയ്ക്ക് ശേഷം ഞങ്ങൾ ക്ലൈമാക്സിലേക്ക് വരികയാണ്. ഫ്ലവേഴ്സ് TV, ഞങ്ങളുടെ ക്യാപ്റ്റൻ അനൂപ് ജോൺ, സ്റ്റാർ മാജിക്കിലെ എല്ലാ താരങ്ങൾക്കും നന്ദി. വളരെയധികം പിന്തുണ നൽകിയതിന് നിങ്ങൾ എല്ലാവർക്കും പ്രത്യേകമായി വലിയൊരു നന്ദി എന്നുമാണ് ലക്ഷ്മി നക്ഷത്ര ഈ ഒരു ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത്. എന്നാൽ പക്ഷേ ലക്ഷ്മി നക്ഷത്രയുടെ ഈ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ 100 കണക്കിന് കമന്റുകളാണ് ഈ ഒരു പോസ്റ്റിന് കീഴിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സന്തോഷം, ഇന്ന് കേട്ട ഏറ്റവും നല്ല വാർത്ത ഇതാണ്. ഇനി ഈ വഴി വരരുത്. ഷോ നിർത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാലെടുത്ത് വെച്ചത് അതുപോലെയുള്ള ആൾക്കാരല്ലേ, പിന്നെ നിർത്താതിരിക്കുമോ? പഴയ ആൾക്കാരാണ് നല്ലതെന്ന് ഒരാൾ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ പഴയ ആളുകളെ മാത്രം വെച്ച് ചെയ്താൽ പോരായിരുന്നോ? അവരെ മാറ്റുവാനുള്ള കാരണം ചിന്തിച്ചു നോക്കുമെന്ന് ഒരു ആരാധകൻ മറ്റൊരു ആരാധകരും പറയുന്നുണ്ട്. എന്നാൽ സ്റ്റാർ മാജിക്കിനെ പിന്തുണച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടിയുടെ ആരാധകർ എത്തുന്നത്. ഷോ നിർത്തരുതെന്നാണ് ഭൂരിഭാഗം പേരും ലക്ഷ്മി നക്ഷത്രയുടെ പോസ്റ്റിന് കീഴിൽ കമന്റ് ഇട്ടിരിക്കുന്നത്. ഉള്ളത് പറഞ്ഞാൽ 2022-23 വർഷം സ്റ്റാർ മാജിക് ഒരു കിടിലം പ്രോഗ്രാം തന്നെയായിരുന്നു. സ്കിറ്റ്, കോണ്ടന്റ് എല്ലാം നല്ല മനസ്സ് തുറന്ന് ചിരിക്കുന്ന രീതിയായിരുന്നു. ആ ഒരു സമയത്ത് ഓരോ എപ്പിസോഡും കാണുവാൻ തങ്ങൾ കാത്തിരിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയിപ്പോയി. പുതിയ ഭാവത്തിൽ വരുമെന്ന പ്രതീക്ഷയുടെ ഒരുപാട് പേർ വെറുക്കുന്ന പ്രോഗ്രാമാണിത്. എന്നാൽ പക്ഷെ യൂട്യൂബിൽ വന്ന ഒരു എപ്പിസോഡ് പോലും ഇതുവരെ കാണാതിരുന്നിട്ടില്ല. പ്രവാസത്തിലെ കൂട്ടായിരുന്നു ഇത്. ഇങ്ങനെയല്ല ഇത് നിർത്തിയിട്ടിരുന്നത്. ഒരു ഫൈനൽ എപ്പിസോഡ് വെക്കാമായിരുന്നു എന്നും, കാരണം ഇത്രയും നാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു എപ്പിസോഡ് കൊടുക്കാമായിരുന്നു, അതായിരുന്നു ഉചിതമെന്നും. പോട്ടെ, ഞങ്ങളെ ചിരിപ്പിച്ചതിന് സ്റ്റാർ മാജിക് ടീമിന് എല്ലാവിധ ആശംസകളും നേരുകയാണെന്നാണ് ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്നത്. അതേസമയം ടെലിവിഷൻ പരിപാടികൾക്കും ടെലിവിഷൻ മെഗാ സീരിയലുകൾക്കും എതിരെയുള്ള പ്രതികരണങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണീർ പരമ്പരകളെന്നും എൻഡോസൾഫിനേക്കാളും മാരകമാണെന്നും തുടങ്ങി സീരിയലുകൾക്കെതിരെ ഗുരുതര ആക്ഷേപങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇപ്പോഴത്തെ സമാനമായ രീതിയിൽ ടെലിവിഷൻ ഷോയായ സ്റ്റാർ മാജിക് എന്ന പരിപാടിക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ അടക്കം വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഫ്ലവേഴ്സ് ചാനലിലെ ഗെയിം ഷോ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു സ്റ്റാർ മാജിക്. ഈ ഷോ നിർത്താൻ പോവുകയാണെന്നാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിച്ച വാർത്ത. സ്റ്റാർ മാജിക്കിലെ മത്സരാർത്ഥികളെല്ലാം നിരന്നു നിൽക്കുന്ന ഒരു ഫോട്ടോയും ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തു വന്നിരുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം എന്നേക്കുമായി നിർത്തി. ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് കഴിഞ്ഞയാഴ്ച സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായി മാറിയത്. മിനി സ്ക്രീനിലെ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു സ്റ്റാർ മാജിക്. രസകരമായ ഗെയിമുകളും തമാശകളും സ്കിറ്റും ഒക്കെ കോർത്തിണക്കി നടത്തുന്ന പരിപാടിയും അതിലെ താരങ്ങളുടെ പ്രകടനങ്ങളും മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുകയും ചെയ്തു. എന്നാൽ പക്ഷേ ഈ ഒരു പരിപാടിയിലൂടെ പങ്കുവെക്കുന്ന സ്കിറ്റുകളിൽ നിറത്തെയും രൂപത്തെയും കളിയാക്കുകയാണെന്നും ബോഡി ഷേമിംഗ് അടക്കം ഈ ഒരു പരിപാടിയിൽ കൂടി പറയുന്നുണ്ടെന്നും പറഞ്ഞ് ഷോയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഈ അടുത്തിടെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഈ ഒരു പരിപാടി ജനപ്രിയമായിരുന്നതിൽ നിന്നും നെഗറ്റീവ് തലത്തിലേക്ക് എത്തുന്നത്. അന്തരിച്ച കൊല്ലം സുധി, തങ്കച്ചൻ വിതുര, അനുക്കുട്ടി, ബിനു അടിമാലി എന്നിങ്ങനെ നിരവധി താരങ്ങളാണ് ഈ ഒരു പരിപാടിയിൽ കൂടി ശ്രദ്ധിക്കപ്പെട്ടത്. ഈ ഒരു ഷോയിലൂടെ തന്നെയാണ് അവതാരകയായ ലക്ഷ്മി നക്ഷത്രയും തിളങ്ങിയത്. എന്നാൽ പക്ഷെ എന്തുകൊണ്ട് ഷോ അവസാനിക്കുന്നുവെന്നോ ഇത് യഥാർത്ഥ വാർത്തയാണോ എന്നത് സംബന്ധിച്ച് അന്ന് ആധികാരികതയില്ലാത്തൊരു പോസ്റ്റാണ് വന്നിരുന്നത്. എങ്കിലും ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ ഈ ഒരു പോസ്റ്റ് വൈറലായി മാറുകയും ചെയ്തിരുന്നു. ഈ ഒരു പോസ്റ്റിന് താഴെയും 100 കണക്കിന് ആളുകൾ കമന്റുകളുമായി എത്തി. മിക്കവരും പറഞ്ഞത് ഈ ഒരു പരിപാടി നിർത്തിയത് വളരെ നല്ല കാര്യമായിരുന്നു എന്നാണ്. വളരെ ഒരു മികച്ച തീരുമാനം, ഒരു കാലത്ത് നല്ല പ്രോഗ്രാം ആയിരുന്നു, ഇപ്പോൾ തനി കൂതറ, എന്നേ നിർത്തേണ്ടതായിരുന്നു എന്നൊരു കമന്റും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. മാത്രമല്ല, ഇനി കുറെ കുടുംബം കലക്കി സീരിയലുകൾ കൂടി അവസാനിപ്പിച്ചാൽ കുറെ വീടുകളിൽ സമാധാനം കിട്ടും. ഇങ്ങനെ ഒരുപാട് ചാനലുണ്ട്, കുറെ ചളി പ്രോഗ്രാം, എല്ലാം നിർത്തണം. ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നന്ദി എന്നൊരു കമന്റും ഉണ്ടായിരുന്നു. അതേസമയം ബിനു അടിമാലിയുടെ വളിച്ച തമാശകൾ ഇനി എവിടെ പറയുമെന്നും, ഇനി ലക്ഷ്മി ഇറങ്ങും സുധിച്ചേട്ടന്റെ കിണ്ടി എന്നും പറഞ്ഞുകൊണ്ട്
നല്ല തീരുമാനം തന്നെയാണിത്. വിഡ്ഢികളായ ജനങ്ങൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ച TV അത് മാസം തോറും നമ്മൾ തന്നെ ചാർജ് ചെയ്ത് ഈ ഒരു വിഡ്ഢിത്തരം കാണുകയായിരുന്നു. ഇതാണ് ബുദ്ധിമാന്മാരുടെ ഐഡിയ. അതായത് വല്ലവന്റെയും കോമാളിത്തരം നമ്മൾ ആരോടും മിണ്ടാതിരുന്ന് കണ്ട് സഹിച്ചോണം എന്നടക്കമുള്ള കമന്റുകളും അന്ന് ആ ഒരു ഫോട്ടോയ്ക്ക് കീഴിൽ വന്നിരുന്നു. ഇപ്പോൾ അവതാരക ലക്ഷ്മി നക്ഷത്രയുടെ പോസ്റ്റ് കണ്ടപ്പോൾ അന്ന് പ്രചരിച്ച ആ ഒരു പോസ്റ്റ് സത്യമായിരുന്നു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതേസമയം 7 വർഷങ്ങൾക്ക് മുൻപാണ് ഫ്ലവേഴ്സ് ചാനലിൽ സ്റ്റാർ മാജിക് ഷോ തുടങ്ങുന്നത്. അനൂപ് ജോൺ ആണ് ഈ ഒരു ഷോയുടെ ഡയറക്ടർ. തുടക്കത്തിൽ പങ്കെടുക്കുന്ന താരങ്ങളെ കൊണ്ട് ഗെയിമുകൾ കളിപ്പിച്ചു. പിന്നീട് ഈ ഒരു പരിപാടിയിൽ സ്കിറ്റുകൾക്കും തമാശകൾക്കും പ്രാധാന്യം നൽകി. താരങ്ങളുടെ കൗണ്ടർ ഡയലോഗുകൾ കൂടി വന്നതോടെയാണ് ഈ ഒരു ഷോ പ്രേക്ഷകർക്കിടയിൽ വൈറലായി മാറുന്നത്. സ്ഥിരമായി ഈ ഒരു ഷോ കണ്ടിട്ട് ഇതിലെ താരങ്ങളെ വീട്ടിലെ സ്വന്തം അംഗങ്ങളെ പോലെ കണ്ട പ്രേക്ഷകരുമുണ്ട്. എന്നിട്ടും ഈ ഒരു പരിപാടി അത്രയേറെ മലയാള കുടുംബ പ്രേക്ഷകരെ സ്വാധീനിച്ചിട്ടും പിന്നീട് പരിപാടിയുടെ മോശം ഉള്ളടക്കത്തെ ചൊല്ലി ജനപിന്തുണയ്ക്ക് പിന്നാലെ വിമർശനങ്ങളും ഉയർന്നു വരികയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.